നമസ്കാരം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ക്യാ ബായ് ഇതിനാ പൈസ കർത്തേ കുർത്തേ മർത്തേ തർത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേയാണ്. എനിക്ക് ഹിന്ദി പറയാൻ അറിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതുപോലെ കുറേ എണ്ണം അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ട് നടക്കാൻ വയ്യ. കേരളത്തിലുള്ള കൊലയാളികളെ കൂടാണ്ട് ഇവിടെ തന്നെ കള്ളും കഞ്ചാവും MDMA കടിച്ച് തലകുത്തി മറിഞ്ഞ് എല്ലാവിധ പ്രശ്നങ്ങളും നായാട്ട് തന്നെ പറയാം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിഥി തൊഴിലാളികളെ കൊണ്ടും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. അത് ഇവിടത്തെ പോരാഞ്ഞിട്ട് ഇങ്ങനെ ആളുകൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ്? ചെറിയ പൈസ കൊടുത്താൽ അവർ തൊഴിലൊക്കെ ചെയ്തു തരും അല്ലേ. ഇവർക്ക് 1000 കൊടുക്കേണ്ടടുത്ത് അവിടെ ഒരു 600 രൂപ കൊടുത്താൽ അവർ പണിയെടുത്തോളും, നിന്ന് പണിയെടുത്തോളും. രാവിലെ തുടങ്ങിയ പണി വേണമെങ്കിൽ രാത്രി 10 മണി വരെ അവർ ചെയ്തോളും. അതുകൊണ്ട് തന്നെ ചെറിയ കൂലിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് അതിഥി തൊഴിലാളികളെ ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ ഇങ്ങനെ ഒരു ലാഭം കൂടി ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും ബിസിനസ് ആണല്ലോ പ്രധാനം. ഇപ്പം അവരെ കൊണ്ട് ഒരുപാട് അവരുടെ ഇടയിലുള്ള കൊലപാതകങ്ങളും പീഡനങ്ങളും എല്ലാം വേറെ ഒരു സൈഡിൽ, ഇവിടെ ഉള്ളതിനെ കൊണ്ട് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ വേറെ. പിന്നെ ഇപ്പം ഇതാ പുതിയ ന്യൂസ്, അതിഥി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ പെൺവാണിഭ സംഘം പ്രവർത്തിക്കുന്നു. എങ്ങനെയുണ്ട്? എന്തായാലും വന്നു കൂടിയത് നല്ല ഇവിടെ നിന്ന് നല്ല ക്യാഷ് ഉണ്ടാക്കുക, ഇവിടെങ്കിലും ഒരു ഭാഗത്ത് തിന്ന് കൊഴുത്തിരിക്കുക. പൈസ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും എക്സ്പോർട്ട് ചെയ്യുക പെണ്ണുങ്ങളെ. എന്ത് പറഞ്ഞിട്ടാണ് പെൺകുട്ടികളെ ഇങ്ങോട്ട് എത്തിച്ചതെന്ന് വെച്ചാൽ നല്ല തൊഴിലവസരങ്ങൾ ഉണ്ട്, നല്ല ശമ്പളമുണ്ട്, ആകർഷകമായ ശമ്പളമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പെൺകുട്ടികളെ ഇങ്ങോട്ട് എത്തിച്ച് ഇവിടെ നിന്ന് ഇവരെ വെച്ച് വിറ്റ് ക്യാഷ് ഉണ്ടാക്കുന്ന കുറച്ച് ദേശ് മക്കൾ നമുക്കിപ്പോൾ ഉണ്ട്. ഞാനതിനൊന്നും നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് അവരെ വിളിക്കാൻ പറ്റുന്ന ആ രീതിയിൽ നിങ്ങൾ അതൊക്കെ ഫില്ല് ചെയ്യാം. അല്ലാണ്ട് അപ്പം എന്താ ഞാൻ പറയേണ്ടത്? അത്രമാത്രം അധപ്പതിച്ചു പോയിട്ടുണ്ട്. അവിടെ നടക്കുന്ന ചെറിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കത് കണ്ടാൽ ഞെട്ടിപ്പോവും. लड़की का फोटो भेज दिया व्हाट्सएप में. ओके कितना मिल जाएगा? लड़की आपका सुपर लड़की. അവര് പറയുന്നത് ഈ പെൺകുട്ടികളെയൊക്കെ ഓരോ റൂമിൽ ഓരോ പെൺകുട്ടികളെ കയറ്റി വെച്ചേക്കുക. നമ്മുടെ കുറ്റിപ്പുറത്ത് ഒരു ഹോട്ടൽ കേന്ദ്രീകരിച്ചുള്ള വീഡിയോ ഇതിനിടയ്ക്ക് ഞാൻ കാണാനിടയായി. അതാണ് ഞാൻ ഈ വാർത്ത ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാന്ന് വെച്ചത്. ഓരോ റൂമിലും ഓരോ കുട്ടികളെ വെച്ച് ഒരു ഏകദേശം ഈ കാണിക്കുന്ന ചിത്രത്തിൽ എന്തായാലും ബ്ലറാണ്, പക്ഷെ അധികം പ്രായമില്ലാത്ത ചെറിയ കുട്ടികളെ, അത് 18 വയസ്സ് എബോ ആണ്, ഓരോ റൂമിലാക്കി വെച്ചേക്കാം. എന്നിട്ട് ആളുകൾ വരുമ്പോൾ ആവശ്യക്കാർക്ക് ഏതാണോ വേണ്ടത് എല്ലാം തുറന്ന് കാണിച്ചു കൊടുക്കും. ഏതിനെയാണോ വേണ്ടത് അതിനെ സെലക്ട് ചെയ്യാം. എന്നിട്ട് അങ്ങനെ അവരുമായിട്ട് പിന്നെ റൂമിൽ. അപ്പോൾ എത്രത്തോളം അപകടമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. അവർ പറയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നതെല്ലാം മലയാളികളാണ് കൂടുതലായിട്ട് ഇവരെ ചോദിച്ചു വരുന്നത്. അപ്പം അതിൻ്റെ റേറ്റ് എത്രയാണ്, കാര്യങ്ങൾ എത്രയാണെന്നൊക്കെ അവർ വ്യക്തമാക്കി പറയുന്ന ക്ലിപ്പ് ഉണ്ട് ഇതിൽ. അപ്പോൾ നോക്കൂ, അവിടുന്ന് പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്ന ഈ അതിഥി തൊഴിലാളികളുടെ ഇടയിലും ഇങ്ങനെ ഇത്രമാത്രം അധപ്പതിച്ച കുറേ എണ്ണം വേറെയുണ്ട്. അപ്പോൾ അവിടുന്ന് ഇറക്കുമതി ചെയ്ത് കേരളത്തിലുള്ള പ്രശ്നത്തിൻ്റെ പുറത്ത് ആണ് ഇത് കൊണ്ടുവന്ന് ഇടുന്നത്. എന്തായാലും MDMA അത് ഇതെന്ന് പറഞ്ഞിട്ട് ഇവിടെ തല്ലും, അമ്മേനെ കുത്തലും, അച്ഛനെ അറക്കലും, അമ്മേൻ്റെ കഴുത്തിൽ കത്തി വെക്കലും, നെഞ്ച് കുത്തി പൊളിക്കലൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരു പെൺവാണിഭം കൂടി അത് ഇവരെ വക ഇങ്ങോട്ട് സ്പോൺസർ ചെയ്തേക്കുന്നത്. ഇവിടെ ഇല്ലാത്തതിൻ്റെ ഇതിൻ്റെ ഒരു ന്യൂസിൻ്റെ ഈ ഒരു ന്യൂസ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഇല്ലായിരുന്നു. അപ്പോൾ അവരത് സ്പോൺസർ ചെയ്ത് ആ കോളം കൂടെ അങ്ങ് തികച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും കംപ്ലീറ്റ് ആയി. അപ്പം ഇങ്ങനെയൊക്കെയാണ്. അപ്പം എന്തായാലും പോകുന്നതെല്ലാം മലയാളികളാണെന്ന് കൂടുതൽ ആവശ്യം പറഞ്ഞ് വിളിക്കുന്നതെല്ലാം മലയാളികളാണ്, വന്നതെല്ലാം മലയാളികളാണെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും ശ്രദ്ധിക്കുക. രോഗങ്ങൾ അത് വലിയ വിഷയമാണ്. ഇവർ ഒരു ദിവസം തന്നെ എത്രമാത്രം വരുമാനമാണ് ഈ സ്ത്രീകളെ വെച്ച് ഉണ്ടാക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ പോയവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ രോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ആരും അറിയില്ല അല്ലെങ്കിൽ ഇതാരും കാണില്ല. ഈ മറ വെച്ച് നിങ്ങൾ ചെയ്യുന്നത് നാളെ എല്ലാവരുടെയും മുന്നിൽ നാണം കെടുന്ന ഇത്തരം അസുഖങ്ങൾക്ക് അടിമപ്പെടും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല.
അപ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കുക. കുറേ എണ്ണത്തിനെ ഇവിടുന്ന് ഓടിച്ച് വിടുക. അത് അവരെവിടെയാണോ അവരെ നാട്ടിലേക്ക് പോയിട്ട് അവിടെ നിന്നിട്ട് ഇതിനൊക്കെ ഇത്തരം ഇവിടെ നിന്ന് പിടിച്ചു കെട്ടി ശിക്ഷാ നടപടികൾ പൂർത്തീകരിച്ച് അവിടെ കൊണ്ടുപോയി അവിടുത്തെ ജയിലിലിടുക. പിന്നെ ഇതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ ഒരു ദിവസം പറയാനുള്ളത്. വളരെ അധികം ജാഗ്രത പാലിക്കുക. ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇപ്പോഴും അതിപ്പോൾ കുറ്റിപ്പുറം മാത്രമല്ല അവർ പറയുന്നത് കുറ്റിപ്പുറം, മൂച്ചിക്കൽ, അങ്ങനെ ആ ഏരിയ ഒരു 3-4 ഏരിയ അവർ കവർ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ റൂം എടുത്തിട്ട് ഇതുപോലെ സ്ത്രീകളെ പിന്നെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ. പിന്നെ അതുപോലെ അവർ ചെയ്യുന്നുണ്ട്, ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാർ വിളിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന്ന് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇന്നത് വേണം ഇല്ലെങ്കിൽ ഏത് വേണം എന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവർ വെക്കുന്നുണ്ട്. അപ്പം ഇത്തരം നെറിയട്ട പരിപാടി കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ടെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ.